സെറീന എനിക്ക് കമന്റ് ഇട്ടെന്ന് പറഞ്ഞു സെറീനയെ വിളിച്ച് തെറി വിളിക്കുക, എന്നിട്ട് സെറീനയുടെ പേജിന്റെ അടിയിൽ കുറെ ആൾക്കാരെ കൊണ്ട് അവളെ തെറി വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ പേജിന്റെ അടിയിൽ പോയിട്ട് അവരെ തെറി വിളിപ്പിക്കുക. അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്തിട്ട്, കാരണം എന്താ പറയുക, കട്ട് തിന്നിട്ടുള്ളവൻ കുടുങ്ങുമെന്നുള്ളൊരു ഭയമുണ്ട്. ഞാൻ റിനോഷനല്ല കേട്ടോ, അക്കാര്യത്തിൽ ഞാൻ റിനോഷനൊന്നും അല്ല പറഞ്ഞത്, അത് ഭയമുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ. പിന്നെ ഇവൻ ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവൻ എനിക്കെതിരെ പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവനെ പോലുള്ള ഒരുത്തിനും മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെയൊക്കെ ജനം മറന്നു. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, അളിയ വീഡിയോ ഇട്ട് 10 റീച്ച് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും 10 പേർ അറിയട്ടെ, അല്ലെങ്കിൽ എന്തു കാര്യം, എന്തെങ്കിലും വർക്കുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഒരു മണ്ണാങ്കട്ടയും ഇല്ലാതെ വെറുതെ കുത്തിയിരിക്കുന്ന ഒരുത്തനെ അളിയനെതിരെ പറഞ്ഞിട്ട് അവൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നെങ്കിലും 10 പേർ അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ ഇന്ന് രാവിലെ ജുനൈസിനോട് സംസാരിച്ചു. ഞാൻ ജുനൈസിനോട് പറഞ്ഞു, ജുനൈസെ, കഴിഞ്ഞ സീസണിൽ നിന്നെ ശിഖണ്ഡിയാക്കി വെച്ച് ഈ റിനോഷ് അവിടെ നിന്ന് കളിക്കുമായിരുന്നു. കാരണം ഈ റിനോഷിനോട് എന്നോട്